എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് ആക്ടർ ബാല ഹിയർ. ഹാപ്പി വുമൻസ് ഡേ. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. കാരണം അറിയാമല്ലോ, കുറേ പേർ കോൺട്രവേഴ്സി ആയിട്ട് വരും. പക്ഷെ വന്ന റീസൺ വേറെയാണ്. എന്താ പറയുക, എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയൂ, നോ പ്രോബ്ലം. നിയമപരമായിട്ട് ആസ് പെർ ദ ലോ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇന്ന് ലോകത്തെ എത്ര ഡോണേഴ്സ് ഉണ്ട്, നമ്മൾ പെർസെൻറ്റേജ് എടുത്ത് നോക്കിയാൽ എത്ര പേര് ഡൊണേഷനെ കുറിച്ച് അറിയാം. ഈ ലോകത്തുള്ള, മലയാളത്തിൽ തന്നെ പറയാം, ഏറ്റവും വലിയ ദാനം എന്താണ്? ചില പേർ പറയും അന്നദാനം. അതിനേക്കാളും ഏറ്റവും വലിയ ദാനം എന്താണ്? ഒരു ശരീരം, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ആ ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ദാനമാണ് ഏറ്റവും വലിയ ദാനം. ഇപ്പോൾ മരിച്ച ശേഷം, അതായത് നമ്മൾ മരിച്ചു പോയി, എൻ്റെ കണ്ണും എൻ്റെ പാർട്സും എല്ലാം ആഫ്റ്റർ മൈ ഡെത്ത് എനിക്ക് തരാം. പക്ഷേ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ മരിക്കാൻ കിടക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ വന്ന് ഡൊണേഷൻ ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു ദാനമാണ്. കാരണം അവരുടെ ലൈഫും റിസ്ക്കാണ്. ജീവിച്ചിരിക്കുമ്പോൾ മരണത്തിന് മുമ്പ് നിന്ന് ഒരു ജീവനെ രക്ഷപ്പെടുത്തുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. സോ ഇങ്ങനെ ഡൊണേഷൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ളവരുണ്ട്. അവർ ഒരിക്കലും മീഡിയാവോ യൂട്യൂബോ ചാനലോ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യരുത്. ഏത് മേഖലയിലുള്ളവരും ഡിസ്കറേജ് ചെയ്യരുത്. കാരണം അടുത്തവരുടെ ജീവൻ വെച്ച് ചെയ്യുന്ന ഒരു കളിയാണ്. ഇറ്റ് ഈസ് എ ക്രൈം. സാധാരണക്കാർക്ക് എങ്ങനെയാണെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർ ഒരിക്കലും ചെയ്യില്ല. മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർ, അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം, ഒരു ജീവനോടെ ഇമ്പോർട്ടൻസ് അറിയാം. ശരി, ഞാനിത് സംസാരിക്കുന്നത് ജേക്കബിന് വേണ്ടിയാണ്. ജേക്കബ് ഒരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആ വീഡിയോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് സംസാരിക്കേണ്ട ഒരു നിർബന്ധത്തിലേക്ക് ഞാൻ വന്നു. ഒരിക്കലും അവൻ ചോദിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് വീഡിയോ അയച്ചിരുന്നു. അവൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ആയിപ്പോയി. ഇപ്പം ഇത് കണ്ടാൽ വേറെ ഒരു ഡൊണേഷൻ ചെയ്യാൻ, വേറെ ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന ഒരു ഡോണർ, അവരുടെ മനസ്സും സങ്കടപ്പെട്ടു പോകും, ഡിസ്കറേജ് ആവും, ജീവൻ നഷ്ടപ്പെട്ടു പോകും. മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർ തന്നെ ഇത് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ക്രൈം. ഇറ്റ് ഈസ് എ ക്രൈം. ആര് ചെയ്താലും ഇറ്റ് ഈസ് എ ക്രൈം. ഏറ്റവും വലിയ ദാനം ഈ ലോകത്തിന് പറയുന്നത് ജീവദാനമാണ്. ജീവദാനം, അതെയും കൊച്ചപ്പെടുത്തി ചെയ്യരുത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് ജേക്കബ്. ഇന്നത്തെ ഒരു യൂട്യൂബിൽ കണ്ടിരുന്നു, ജെയിംസ് എന്നോ എന്തൊക്കെയോ പേര് വിളിച്ച് പറയുന്നു. പിന്നെ ലങ്സ് ട്രാൻസ്ഫറോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നല്ല, ലിവർ ട്രാൻസ്പ്ലാന്റ്. ഓക്കെ, ഞാനാണ് ബാലചേട്ടൻ്റെ ഡോണർ. ഓക്കെ, എൻ്റെ ഫുൾ നെയിം ജോസഫ് ജേക്കബാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് മുമ്പിൽ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് കൈ ഫ്രാക്ചറായിട്ട് ഞാൻ ഹോസ്പിറ്റലായിരുന്നു. വന്നിപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ള ഇവിടെ. എന്താ സംഭവം എന്ന് വെച്ചാൽ, കുറേ വീഡിയോസ് ബാലചേട്ടനെ കുറിച്ചും എലിസബത്ത് ചേച്ചിനെ കുറിച്ചും കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല. പക്ഷേ അതിൽ എന്നെക്കുറിച്ച് എലിസബത്ത് ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേമാതിരി ലക്ഷങ്ങൾ കൊടുത്ത ഡോണറെ സ്പോൺസർ ചെയ്തത്, പിന്നെ ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സർജറി ചെയ്യുന്നതിനും 10 ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റലിൽ കുറേ ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ചെക്കപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എലിസബത്ത് ചേച്ചിയുണ്ട്. ചേച്ചി അന്നൊന്നും എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല ഇതിനെക്കുറിച്ച്. ഞാൻ കൊടുക്കാൻ റെഡിയാണ്, സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്
എൻ്റെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് എന്നെ സംസാരിച്ചിട്ട് പോലുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നില്ല, മനസ്സിലായോ? അപ്പോൾ അന്ന് പറയാത്ത ആളാണ് ഇന്ന് പറയണത് ഞാൻ കൊടുക്കാൻ റെഡിയായിരുന്നു ലിവർ, പക്ഷെ ആരും സമ്മതിച്ചില്ല. പക്ഷെ ഡോക്ടർ, ആളൊരു ഡോക്ടറാണ്. ഇപ്പോൾ ഡോക്ടറായ സ്ഥിതിക്ക് കൊടുക്കാമെന്ന് പറയുന്നത് ബ്ലഡല്ല, ഇറ്റ്സ് എ ലിവറാണ്. ഓക്കെ, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടെന്ന് അത് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ് 10 days അതിന് വേണ്ടി പിന്നിൽ കുറേ ആപ്ലിക്കേഷൻസ്, കുറേ മീറ്റിങ്സ്, അവിടെ പോകണം ഇവിടെ പോകണം, കുറേ എന്താ പറയുക, കുറേ ഫോംസ് വേണം, അത് ഫിൽ ചെയ്യണം, ഇത് ഫിൽ ചെയ്യണം, കുറേ ചെക്കപ്പ് ഉണ്ട്, ടെസ്റ്റ്, കാർഡിയോ ടെസ്റ്റ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. ഓക്കെ, പെട്ടെന്ന് ലിവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പെട്ടെന്നാവില്ല. അതിൽ വന്ന് ഓൾമോസ്റ്റ് ഒരു 10 days വെയിറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അത് ഡോക്ടറായ ആൾക്കറിയാം. ഓക്കെ, ഇനി കുറച്ചുകൂടി പറയാൻ പോവുകയാണെങ്കിൽ ആരും തെറ്റ് പറയുന്നില്ല കേട്ടോ, പാലച്ചേട്ടൻ്റെ സൈഡും അല്ല, എലിസബത്ത് ചേച്ചിൻ്റെ സൈഡും അല്ല. ഓക്കെ, ആരും പറഞ്ഞിട്ടും ചെയ്യുന്നതുമല്ല. എന്നെക്കുറിച്ച് വീഡിയോയിൽ വന്നപ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, എന്നെക്കുറിച്ച് അവിടെ സംസാരിക്കാനൊന്നുമില്ല. ലക്ഷങ്ങൾ കൊടുത്ത് മുടക്കി, എന്ത് ലക്ഷം? എനിക്കറിയാത്ത ലക്ഷം എന്താണ്? ഞാൻ ഇതുപോലും ചേട്ടൻ്റെ അടുത്ത് എൻ്റെ വായത്തോട് ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, ചേട്ടൻ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞില്ല, കുറേ കാര്യങ്ങൾ ചേട്ടൻ എനിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ചെയ്ത കാര്യങ്ങളല്ലാണ്ട് എന്തൊക്കെയോ വിളിച്ച് സംസാരിക്കും ചേച്ചി. അപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ദേഷ്യമാണ്, മനസ്സിലായി? അപ്പോൾ അത് കാരണം എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വേണ്ട. അങ്ങനെ എന്തെങ്കിലും നീ പ്രൂഫ് കാണിക്കൂ. ഞാൻ പറഞ്ഞ് ലക്ഷങ്ങളോ അല്ലെങ്കിൽ കോടികളോ വാങ്ങിയെങ്കിൽ അത് പ്രൂഫ് കാണിക്കൂ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ കാണിക്കൂ. അല്ലാണ്ട് ആവശ്യമില്ലാണ്ട് എന്നെക്കുറിച്ച് മീഡിയയിൽ പറയാൻ ചേച്ചിക്ക് ഒരു റൈറ്റ്സും ഇല്ല. ഓക്കെ, അതേമാതിരി ഡോണേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വിചാരിച്ചവർ? ഡോണേഴ്സ് വെച്ചാൽ എന്താണ് കരുതിയതെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഡോണേഴ്സ് വെച്ചാൽ അത്ര ഒരു സാധാരണ കാര്യങ്ങളാണോ? ചേട്ടൻ ആക്ച്വലി ഡോക്ടേഴ്സ് പോലും പറഞ്ഞിട്ടുണ്ട് 95% ആളൊന്നും തിരിച്ച് കിട്ടില്ല, അത്രയ്ക്കും റിസ്ക് ആയിരുന്നു സർജറി. അത്രയ്ക്കും റിസ്ക് സർജറിയിൽ ഞാൻ എൻ്റെ ജീവൻ പോലും നോക്കാൻ പറഞ്ഞു. 2 പേർക്ക് റിസ്ക് ആണെന്നാണ് പറഞ്ഞത് ഡോക്ടർ. അവിടെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം പ്രൂഫ് ഉണ്ട് അമൃതയിൽ. ഡോക്ടർ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കും റിസ്ക്കാണ്, കിട്ടുന്ന ആൾക്കും റിസ്ക്കാണെന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഞാൻ ഒന്നും എന്താ പറയുക, എൻ്റെ ലൈഫ് പോലും നോക്കാണ്ട് ഞാൻ വന്ന് കൊടുത്തിട്ട് ഇപ്പോൾ വന്ന് ഞാൻ കൊടുക്കാൻ റെഡി ആയതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഓർത്ത് നോക്ക്, ഈ വിഷമം ഉണ്ടാവില്ല, നിങ്ങൾ തന്നെ ഓർത്ത് നോക്ക്. ഓക്കെ, ചിലപ്പോൾ എൻ്റെ മലയാളത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ചെന്നൈയിലായിരുന്നു, എൻ്റെ മലയാളത്തിൽ കുറേ ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, കൊടുക്കണ്ടായിരുന്നു എന്നും ഒരു തോന്നൽ. ഓക്കെ, ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ച് ചെയ്തതല്ല ഒരു കാര്യം. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ വശം കുറേ പേര് ചോദിക്കാം, ഇതെങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ ഓരോ ആൾക്കാർ ചോദിക്കുമ്പോൾ അതാണ് മെയിൻ ചെയ്യുന്നത് വീഡിയോ. ഓക്കെ, അല്ലാണ്ട് വേറെ ഒരു കാര്യമല്ല. എന്നെക്കുറിച്ച് സംസാരിക്കാൻ എന്താണ് റൈറ്റ്സ്? എന്തിനാ എന്നെക്കുറിച്ച് അവിടെ സംസാരിക്കണം? ഡോണറെ കുറിച്ച് അവിടെ സംസാരിക്കാൻ എന്താണ് ഉള്ളത്? ഇത് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുക്കണേ? ടിൽ നൗ എൻ്റെ മേത്ത് ഒരു കത്തി പോലും വെക്കാത്ത ആള് എൻ്റെ മേത്ത്. ഓക്കെ, ഞാൻ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ കൊടുക്കണേ. ആ സമയത്ത് ആൾ ഓക്കെ ആണെങ്കിൽ ചെയ്യരുത്. കാരണം ഹാപ്പി വുമൻസ് ഡേന്ന് ആദ്യം ഞാൻ പറയുമ്പോൾ തന്നെ ഇപ്പം തന്നെ ന്യൂസൊക്കെ ഞാൻ ഞാൻ ഇപ്പോൾ അധികം ശ്രദ്ധിക്കാറില്ല, സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. 19 വയസ്സുള്ള സ്ത്രീയും ഞാൻ ബെഡ്റൂം കയറ്റും, അമ്മ പ്രായത്തിലുള്ളവരെയും ഞാൻ ബെഡ്റൂമിൽ കയറ്റും എന്നൊക്കെ പറയുന്നു. പോട്ടെ, പറയേണ്ടതെല്ലാം പറയട്ടെ.
നോ പ്രോബ്ലം. നിയമമുണ്ട് ഇവിടെ നാട്ടിൽ. ഇതിൽ അടിസ്ഥാനം ഞാൻ കാണുന്നത്, ആർക്ക് പ്രശ്നമായാലും ആർക്ക് മെഡിക്കലുடைய അറ്റൻഷൻ വേണോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാണ്ട് മീഡിയ അറ്റൻഷൻ അല്ല വേണ്ടത്. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് നടക്കും. പ്ലീസ് ഡു നോട്ട് ഡിസ്കറേജ്. ഒരു പേഴ്സണൽ വെഞ്ചൻസ്ക്കോ ഒരു പേഴ്സണൽ ഗ്രഡ്ജിക്കോ എന്തും പറയാം. എന്നെയും കോക്കിലാവും ഈ ബന്ധം തകർക്കാൻ എന്തും പറയാം. അത് ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇരിക്കും. ചെത്താലും ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇരിക്കും. അതിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ ഞങ്ങൾ സ്നേഹിക്കുന്നവരെ, പുണ്യം ചെയ്തവരെ ഹർട്ട് ചെയ്യരുത് പ്ലീസ്. താങ്ക് യു.